ദാഹിച്ച വെള്ളം തന്നാ വേണ്ടല്ലോ എൻ്റെ മോലാ തിന്നുന്നത്. ഞാൻ തൊഴിലുറപ്പ് ചെയ്താൽ സാറേ ഞാൻ ജീവിക്കുന്നത്. തൊഴിലുറപ്പ് ചെയ്താൽ ജീവിക്കുന്നത്. അവൻ അതുവരെ ഞാൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞില്ല ഈ വേല ചെയ്തത്. കൈ കഴുകുവാൻ വെള്ളം നൽകാത്തതിന് അമ്മയുടെ കൈ മകൻ തല്ലിയൊടിച്ചു. കൊല്ലം കടക്കിലാണ് സംഭവം. കോട്ടുക്കൽ സ്വദേശിനി 67 വയസ്സുള്ള കുൽസം ബീവിയുടെ ഇടത് കൈയാണ് വിറക് കഷ്ണം കൊണ്ട് മകൻ അടിച്ചൊടിച്ചത്. മകനായ 45 വയസ്സുള്ള നിസാറുദ്ദീനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിച്ചു. അമ്മ മകന് ഭക്ഷണം നൽകി. ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് മാതാവിനെ ഇയാൾ അസഭ്യം പറഞ്ഞു. ആഹാരം കഴിച്ച ശേഷം കൈ കഴുകുവാൻ വെള്ളം നൽകിയില്ല എന്ന് പറഞ്ഞ് മുറിയിലെത്തി കട്ടിലിൽ ഇരുന്ന അമ്മയെ ഇയാൾ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് അമ്മ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നൽകി. വെള്ളം കോരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് തൊട്ടിയും വെള്ളവും വലിച്ചെറിയുകയും സമീപത്തുണ്ടായിരുന്ന വിറക് കഷ്ണം കൊണ്ട് ഇവരെ മർദ്ദിക്കുകയും ചെയ്തു. തൊഴിലുറപ്പ് ചെയ്താൽ സാറേ ഞാൻ ജീവിക്കുന്നത്. തൊഴിലുറപ്പ് ചെയ്താൽ ജീവിക്കുന്നത്. അവൻ അതുവരെ ഞാൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞില്ല ഈ വേല ചെയ്തത്. അതിൻ്റെ വേല എങ്ങനെ ദാഹിച്ച വെള്ളം തന്നാ വേണ്ടല്ലോ എൻ്റെ മോലാ തിന്നുന്നത്. ഞാൻ പറഞ്ഞില്ല വെച്ച് വെക്കുന്നത് വരുമ്പോൾ തിന്നുന്ന മലപ്പുറത്തെ പോയിച്ചൊക്കെ വരപ്പോ ഞാൻ വെച്ച് വെക്കുന്നത് തിന്നുന്നത്. കക്ഷി തിന്നിട്ട് ഇരുന്ന ബാക്കി ആഹാരം എടുത്ത് തയ്യത്തളയും. ബാക്കി എടുത്താൽ തിന്നേ വെച്ചെടുത്താൽ ഞെറിഞ്ഞ് മുറ്റത്തെറിഞ്ഞ് കറി എടുത്തെറിഞ്ഞ് ചോറും എടുത്തെറിഞ്ഞ് ഞാൻ നോൻപ് മുറിച്ച് ഞാൻ ഞാൻ വിചാരിച്ചു എന്തോ തിന്നു. ഇനിയിപ്പം ഞാൻ നോൻപോട്ടും കൂടി ഇരുന്നില്ലേ. അടുത്ത വീട്ടിൽ നിന്ന് ചായ മറ്റേ കൊച്ചു അവിടെ നിന്ന് ചായ ഇട്ടുകൊണ്ട് ഓടിക്കൊണ്ട് തരുന്നു. എൻ്റെ മരുമോള് എവിടെയുള്ള രണ്ടാമത്തെ അവൻ്റെ പെണ്ണ് അവള് വിളിച്ചു പറഞ്ഞാൽ മറ്റേ കൊച്ചു അറിഞ്ഞത്. അല്ലാതെ വിളിച്ചു പോയിട്ടൊന്നും അതും അറിഞ്ഞില്ല. എന്നിട്ട് അത് ഓടിക്കൊണ്ട് വന്ന് ഒരു കുറേ ചായ ഇട്ടുകൊണ്ട് വന്ന് തന്ന് അത് വെച്ച് അപ്പുറത്തെ വീട്ടിൽ ഇരുന്ന നോൻപ് മുറിക്കുന്നത്. അത് പച്ചവെള്ളം കൊണ്ട് തന്നാ കൊച്ച്, അടുത്ത വീട്ടിലെ കൊച്ച്. എന്നിട്ട് എണ്ണയൊക്കെ ഇട്ട് തടവി തന്നെനിക്ക് കയ്യിലും കാലിലും ഒക്കെ. മർദ്ദനത്തിൽ മാതാവിൻ്റെ ഇടത് കൈ ഒടിഞ്ഞു. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. മാതാവിനെ മർദ്ദിച്ചതിന് പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും ഭക്ഷണവും ഇയാൾ നശിപ്പിച്ചു. കുൽസു ബീവിയുടെ പരാതിയിൽ ജാമ്യം ഇല്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പോലീസ് നിസാറുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് കേരളം, കൊല്ലം. മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്ത് 28 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്ത്യക്കോട്. കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ, പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്ത്യക്കോട്. Contact 94472 44659 89218 37847.